എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ NMMS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ അകത്ത് വിവിധ തരം ജോലികൾ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോരോ ചെറിയ ഭാഗങ്ങളാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് അഥവാ കോശാംഗങ്ങൾ. റെഡി? അപ്പോൾ കോശാംഗങ്ങളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കോശത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്ലാന്റ് സെൽ അഥവാ സസ്യകോശത്തിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണ് കോശഭിത്തി അഥവാ സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോശം ആ കോശത്തിന്റെ ഏറ്റവും പുറമെ, അതായത് നമ്മളൊരു പ്ലാന്റ് സെൽ അഥവാ സസ്യകോശം എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഏറ്റവും പുറമെ കാണുന്ന ഒരു കാഠിന്യമുള്ള അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ലെയർ ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഇത് എവിടെ കാണാൻ പറ്റുക? സെൽ മെംബ്രെയിൻ്റെ തൊട്ട് പുറത്തായിട്ട്. ഇതാണ് സെൽ മെംബ്രെയിൻ എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് പുറത്തായിട്ട് കാണുന്ന ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ ഭാഗമാണ് അതിന്റെ സെൽ വാൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത്. റെഡി? എന്താണ് കോശഭിത്തിയുടെ ജോലി? അതായത് ഒരു സെല്ലിന് വേണ്ട രീതിയിലുള്ള ഒരു ഷേപ്പ് കൊടുക്കുക. അതൊരു റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, കാഠിന്യമുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ സെല്ലിന് കൃത്യമായിട്ടൊരു ഫേംനെസ്, ആ ഒരു ഷേപ്പ് കൊടുക്കാനും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ആകൃതി, ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് സംരക്ഷണം കൊടുക്കാനും സഹായിക്കുന്നു. ഇതാണ് കോശഭിത്തി. ഇത് നമുക്ക് ആനിമൽ സെല്ലിൽ കാണാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ തൊട്ടുള്ളിലുള്ള ഭാഗമാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ നിങ്ങൾക്ക് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഒക്കെ കാണാൻ സാധിക്കും. ഈ സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതൊരു തിന്നായിട്ടുള്ള, വളരെ നേർത്ത, ഒരു തിന്നായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെയറാണ്. നേർത്തതുമാണ്, അതുപോലെ തന്നെ വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പാളിയാണ് നമ്മുടെ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെൽ മെംബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ സെൽ മെംബ്രെയിൻ എല്ലാ ആൾക്കാരെയും ഈ സെല്ലിൻ്റെ അകത്തേക്ക് കടത്തിവിടുക അല്ലെങ്കിൽ അകത്തു നിന്ന് പുറത്തേക്ക് കടത്തിവിടുക ചെയ്യില്ല. ചിലരെ മാത്രം വളരെ സെലക്റ്റീവായിട്ട്, വളരെ പ്രത്യേകമായിട്ടുള്ള ആളുകളെ മാത്രമേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽ മെംബ്രെയിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ അഥവാ വരണതാര്യസ്തരം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിനെ എന്ത് നമ്മൾ വിളിക്കാറുണ്ട്? അതിനെ നമ്മൾ വരണതാര്യസ്തരം എന്ന് പറയാറുണ്ട്. റെഡി ആണല്ലോ? ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സെൽ മെംബ്രെയിനിൽ കാണാൻ പറ്റുക? നിങ്ങൾക്ക് ലിപ്പിഡ് കാണാം, അതുപോലെ തന്നെ പ്രോട്ടീനുകളെയും നിങ്ങൾക്ക് ഈ പറയുന്ന കോശസ്തരത്തിൽ കാണാനായിട്ട് സാധിക്കും. ലിപ്പിഡുകളും ഉണ്ടായിരിക്കും, അതുപോലെ പ്രോട്ടീനുകളും ചേർന്നതാണ് ഈ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്ന് പറയുന്നത്. റെഡി? ഇനി ഇതിൻ്റെ അകത്ത് കാണുന്ന, നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകാൻ പോകുന്ന രണ്ട് വാക്കുകളാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നതും പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം എന്ന് പറയുന്നതും. ഓക്കെ, എന്താണ് പ്രോട്ടോപ്ലാസം? നമുക്ക് ആദ്യം പ്രോട്ടോപ്ലാസം നോക്കാം. എന്താണ് പ്രോട്ടോപ്ലാസം? സെൽ മെംബ്രെയിൻ ഒഴികെ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗം, സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിനകത്തുള്ള എല്ലാ ഭാഗം, ഒരു സെല്ലിൽ, ഒരു കോശത്തിൽ ആ കോശസ്തരത്തിനകത്തുള്ള, കോശസ്തരം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അതിനകത്തുള്ള എല്ലാ ഭാഗം, അതായത് ഇൻക്ലൂഡിങ് ദ ന്യൂക്ലിയസ്, മർമ്മം ഉൾപ്പെടെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ഈ ന്യൂക്ലിയസും ബാക്കി എല്ലാ ഭാഗം കൂടി ചേർന്നത്, ബാക്കി ഭാഗം എന്ന് പറയുമ്പോൾ ജനറലി അത് എന്താണ്? അത് സൈറ്റോപ്ലാസമാണ്. ഓക്കെ, അതായത് ഈ കാണുന്ന ഇവിടെയുള്ള ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഭാഗമാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. ഈ കോശദ്രവ്യത്തിൻ്റെ കൂടെ ഈ ന്യൂക്ലിയസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി? അത് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യമായി. അപ്പോൾ കോശദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്ന, ഇവിടെ കാണുന്ന ജെല്ലി പോലെയുള്ള ദ്രാവകമാണ്, ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഏത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. എന്തിനാണ് കോശദ്രവ്യം ഹെൽപ്പ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മുടെ സെൽ ഓർഗണലുകളൊക്കെ ഉണ്ടായിരിക്കുക. നമ്മുടെ സെൽ ഓർഗൻസ് അഥവാ കോശാംഗങ്ങൾ ഉണ്ടായിരിക്കുക ഇവിടെയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട്, ഇപ്പോൾ അവിടെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി കളിക്കില്ലേ? അപ്പോൾ അവരെ കൃത്യമായിട്ടൊരു പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട്, ഒരു മീഡിയമായിട്ട് അവരെ അവരുടെ പൊസിഷനിൽ നിർത്തി അവിടെ നടക്കുന്ന എല്ലാതരം രാസപ്രവർത്തനങ്ങൾ അഥവാ കെമിക്കൽ റിയാക്ഷന് വേണ്ട ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യാൻ, രാസപ്രവർത്തനങ്ങൾക്കുള്ള ഒരു മാധ്യമം അവിടെ വേണം എല്ലാ പരിപാടിയും നടക്കാൻ. അപ്പോൾ അതിനുള്ള ഒരു സ്ഥലമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഏത്? നമ്മുടെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഈ പറയുന്ന കോശദ്രവ്യത്തിൻ്റെ കൂടെ ന്യൂക്ലിയസ് അഥവാ മർമ്മം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യമായി എന്നുള്ളത് മനസ്സിലാക്കുക. ജീവദ്രവ്യമായി എന്നുള്ളത് ഓർക്കുക. റെഡി? യെസ്, അതാണ് പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും ഉള്ള വ്യത്യാസം. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങുകയാണ്. അതിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറയുന്നതാണ് ഒരു കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ വലക്കണ്ണികൾ പോലെ കണ്ടോ? ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ വലക്കണ്ണികൾ പോലെയുള്ള കുറേ സ്ട്രക്ചർ കണ്ടോ? ആ വലക്കണ്ണികൾ പോലെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ്, നൂല് പോലെയുള്ള വലക്കണ്ണികൾ പോലെയുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ
ക്രൊമാറ്റിൻ, അതും അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ ജാലിക എന്ത് ചെയ്യുന്ന അറിയോ? സെല്ല് ഡിവൈഡ് ചെയ്യാനാവുന്ന സമയത്ത്, ഒരു കോശം വിഭജിക്കാനാവുന്ന സമയത്ത്, കോശങ്ങൾ വിഭജിക്കും, കോശങ്ങൾ എന്താവും? വിഭജിക്കും, ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യാനാവുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ത്രെഡ് പോലെ, നൂല് പോലെ ഇരിക്കുന്ന ക്രൊമാറ്റിൻ ജാലിക ഇങ്ങനെയുള്ള ക്രോമസോമുകളായിട്ട് ഇങ്ങനെ മാറും, ക്രോമസോമുകളായിട്ട് ഇങ്ങനെ മാറും. അതിങ്ങനെ ചുരുങ്ങി കണ്ടൻസ് ചെയ്തിട്ട് അത് ചുരുങ്ങിയിട്ട് എന്തായിട്ട് മാറുന്നു? ക്രോമസോമുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. റെഡി? ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരാളെ കൂടി, ഈ ന്യൂക്ലിയസ്, ഇതൊരു ന്യൂക്ലിയസ് ആണ്, ഇത് മൊത്തത്തിലൊരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് കണ്ടോ മറ്റൊരു കുഞ്ഞൊരു റൗണ്ട് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ന്യൂക്ലിയോളസ് എന്ന് പറയുന്നു. ന്യൂക്ലിയോളസ് എന്നാണ് അതിനെ പറയുന്നത്. ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ മർമ്മകം എന്നാണ് ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. യെസ്, അത്രയാണ് ന്യൂക്ലിയസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു സെൽ ഓർഗനലാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഗോൾഗി വസ്തുക്കൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെ പാളികൾ പോലെ, ഇങ്ങനെ കുറേ ലെയേഴ്സ് ആയിട്ട്, ഇങ്ങനെ പാളികളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ലെയേഴ്സ്, ഇങ്ങനെ പാളികളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ലെയേഴ്സ് ആണ് ഏത്? ഗോൾഗി അപ്പാരറ്റസ്. എന്താണ് ഇവരുടെ ജോലി? കോശത്തിനകത്ത് പ്രോട്ടീനുകളെയും അതുപോലെ തന്നെ ലിപ്പിഡുകൾ, പ്രോട്ടീനുകളുണ്ട്, അതേപോലെ തന്നെ ലിപ്പിഡുകളുണ്ട്. ഈ ലിപ്പിഡുകളെയൊക്കെ എന്താണ്? വിവിധ സെല്ലിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളിലേക്ക്, ഒരു കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രോട്ടീനുകളെ, ലിപ്പിഡുകളൊക്കെ എത്തിക്കാം. കോശത്തിനകത്ത് മാത്രമാണോ? അല്ല, കോശത്തിന് പുറത്തേക്കും ഈ സാധനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പം നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ പാക്ക് ചെയ്തിട്ട് ഒരാൾക്ക് പാഴ്സൽ അയച്ചു കൊടുക്കാൻ നമ്മളത് പാക്ക് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീനിലെയും ലിപ്പിഡിനൊക്കെ സെല്ലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ മെംബ്രെയിന് സാക്കുകളിലായിട്ട്, സ്ഥരസഞ്ചികളിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? പൊതിഞ്ഞ് അതിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി ആർക്കാണ്? ഈ പറയുന്ന ഗോൾഗി കോംപ്ലക്സ് അഥവാ ഗോൾഗി വസ്തുക്കൾക്കാണ് എന്നുള്ളത് ഓർക്കുക. റെഡി? അടുത്ത സെൽ ഓർഗനിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള ഒരു പാത, ഒരു സഞ്ചാര പാത അല്ലെങ്കിൽ ഒരു പാസേജ് ആണ് ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചാരപാത ആയതുകൊണ്ട് തന്നെ സെല്ലിൻ്റെ അകത്ത് വസ്തുക്കളുടെ സംവഹനം അഥവാ അതിനെയൊക്കെ കണ്ടക്ട് ചെയ്യുക, പല ഭാഗങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റെഡി? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് എന്താ ചെയ്യുക? സാധനങ്ങളെ പാക്ക് ചെയ്യുക, അതേപോലെ എന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. കണ്ടക്ഷൻ, സെല്ലിൻ്റെ അകത്തുള്ള സാധനങ്ങളുടെ കണ്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു സെല്ലിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ സെല്ലിന് വേണ്ടാത്ത സാധനങ്ങൾ, അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കാനും സഹായിക്കും, അത് നീക്കം ചെയ്യുന്നതിനും ഇവർ സഹായിക്കും. ഇതിൻ്റെ അകത്തുള്ളൊരു സഞ്ചാരപാതയായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്നുള്ളതും കൂടി ഓർക്കുക. റെഡിയാണല്ലോ? അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത്. ഒരു കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗനലാണ്, ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഒരു കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത്. നമ്മൾ കഴുകി സോസേജ് ഒക്കെ കണ്ടാവും നിങ്ങളല്ലേ? ഈ സോസേജ് ഒക്കെ പോലെയുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് എന്നൊക്കെ പറയാം, അതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയോൺ. യെസ്, അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഊർജ്ജ നിലയമാണ്, പവർ ഹൗസ് ആണ്. എന്തായിരിക്കും അവരുടെ ഫംഗ്ഷൻ? ഊർജ്ജ നിർമ്മിക്കാനും അത് സംഭരിച്ചു വെക്കാനും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും. സെല്ലിൻ്റെ അകത്ത് എനർജി ഉണ്ടാവും അല്ലെ? കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന്, രാസപ്രവർത്തനങ്ങൾ നടന്ന് എനർജി അല്ലെങ്കിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിനെ സംഭരിച്ചു വെക്കാനും അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ആരാണ്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. ഓക്കെ, ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഓക്സീകരണ ഫലമായിട്ട്, ഗ്ലൂക്കോസിന്റെ ഓക്സിജനത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ആ ഊർജ്ജത്തിനെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അതിനെ വിതരണം ചെയ്യും. എപ്പോഴും എനർജി വേണ്ട, അപ്പോൾ വേണ്ട സമയം മനസ്സിലാക്കിയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനെ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? മൈറ്റോകോൺഡ്രിയോന്റെ ഡ്യൂട്ടി എന്നുള്ളത് ഓർക്കുക. യെസ്, ഇനിയുള്ളതാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫെനം എന്ന് പറയുന്ന സെൽ ഓർഗനൽ. ഓക്കെ, ഈ വാക്യൂൾ എന്ന് പറയുന്ന സെൽ ഓർഗനലിന് ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന്റെ പേരാണ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്നാണ് ആ ഒരു കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥലം. ആ സ്ഥലം കൊണ്ടാണ് ഇതിനെ ആവരണം ചെയ്തിട്ടുള്ളത്, പൊതിഞ്ഞിട്ടുള്ളത്. അതാണ് ടോണോപ്ലാസ്റ്റ്. ഇവരുടെ ജോലി എന്താ അറിയോ?
സെല്ലിൻ്റെ അകത്ത് കോശത്തിനകത്ത് ജലം ഉണ്ടായിരിക്കും, പോഷകങ്ങൾ ഉണ്ടായിരിക്കും, വിസർജ്യ വസ്തുക്കൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ലവണങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെക്കുക, സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ്? ഈ വാക്യൂളിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്ലാന്റ് സെൽ എടുത്താൽ, സസ്യകോശം എടുത്തു കഴിഞ്ഞാൽ സസ്യകോശത്തിൽ നിങ്ങൾക്ക് വലിയ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം കാണാം. ആനിമൽ സെല്ലുകളിൽ ഒന്നെങ്കിൽ ഉണ്ടായിരിക്കില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിരിക്കും. അത്തരത്തിലായിരിക്കും വാക്യൂളുകൾ ഉണ്ടാവുക. അപ്പോൾ പ്ലാന്റ് സെൽ എടുത്താൽ അതിൻ്റെ ഒരു 90% ഭാഗം ശരിക്കും ആരായിരിക്കും? വാക്യൂളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ജലവും ലവണങ്ങളും വിസർജ്യ വസ്തുക്കളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത സെൽ ഓർഗണലാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്ന പേര് കേട്ടാൽ നിങ്ങൾ ഓർക്കണം, ഇത് എന്തിനു സഹായിക്കുന്നതാണ്? മാംസ്യ നിർമ്മാണം അഥവാ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന സെല്ലിൻ്റെ അകത്ത്, കോശത്തിൻ്റെ അകത്ത് പ്രോട്ടീനെ നിർമ്മിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഓർഗണൽ അഥവാ കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോമിനെ എവിടെ കാണുമെന്നറിയോ? ഒന്നെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ കോശദ്രവ്യത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലേ, ആ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്നിട്ട് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടും കാണാം. അതും അല്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് റൈബോസോമിനെ കാണാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ പ്ലാസ്റ്റിഡ് അഥവാ ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ് സെൽ അഥവാ സസ്യകോശത്തിൽ കാണുന്ന ഒരു പ്രത്യേക തരം സെൽ ഓർഗനൽ അഥവാ കോശാംഗമാണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയൽസ്, അതായത് ആഹാരമൊക്കെ സിന്തസൈസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, നിർമ്മിക്കുക, അതുപോലെ തന്നെ സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിഡ്സിൻ്റെ ജോലി. ഓക്കെ, ജൈവകണങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് മെയിനായിട്ട് നമുക്ക് 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡുകളെ പറ്റി പഠിക്കാനുണ്ട്. പ്ലാസ്റ്റിഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ജൈവകണങ്ങൾ എടുത്താൽ ഇത് 3 തരത്തിൽ ഉണ്ടായിരിക്കും. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ഇനി രണ്ടാമത്തെയാണ് ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണം. ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് പ്ലാസ്റ്റിഡുകളാണ് നിങ്ങൾക്ക് പ്ലാന്റ്സിൽ അഥവാ സസ്യങ്ങളിൽ കാണാൻ പറ്റുക. ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലകളിലും അതുപോലെ തന്നെ ഇങ്ങനെ തണ്ടുകളിൽ യങ് ആയിട്ടുള്ള സ്റ്റെമ്മൊക്കെ ഉണ്ടാവില്ലേ, ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മ്, അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുക? ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ പറ്റുക. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്, ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ജൈവകണമാണ്. അതിൽ എന്താണ്? അതിൽ നിങ്ങൾക്ക് ഒരു പിഗ്മെന്റ് അഥവാ ഒരു പിഗ്മെന്റ്, നിങ്ങൾക്ക് ഒരു വർണ്ണകം കാണാൻ പറ്റും. അതാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന് പറയുന്നത്. ഓക്കെ, ഹരിതകം എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിനെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റെഡി? അപ്പോൾ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും? ഫോട്ടോസിന്തസിസ് നടത്തുക അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ഓക്കെ, അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടത്തുക. ഇത്രയാണ് അവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് എവിടെയാണ്? ഇലയിലും കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെമ്മിൽ ഗ്രീൻ കളർ പച്ച നിറത്തിലുള്ള സ്റ്റെമ്മിലൊക്കെ കാണാൻ പറ്റും. അവരുടെ അകത്താണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത്. ആ പിഗ്മെന്റ് ആണ് അവർക്ക് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ, ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത്. ഇനി ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴങ്ങളിലും ഫ്രൂട്ട്സിൽ കാണാം, നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ, പൂക്കളിലൊക്കെ കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പൂക്കൾക്കൊക്കെ മഞ്ഞ, അതേപോലെ തന്നെ ചുവപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് നിറമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ യെല്ലോ നിറം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇങ്ങനെ റെഡ് കളർ അല്ലെങ്കിൽ പേർപ്പിൾ കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രോമോപ്ലാസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിറം കൊടുക്കുന്നത്? ഈ പറയുന്ന ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ബേർഡ്സിനെയും ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ക്രോമോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുന്നുണ്ടായിരിക്കുക? ശ്വേതകണം എന്ന് പറയുന്നത് ആഹാരം സംഭരിച്ച് വെക്കാൻ, ഫുഡ് സ്റ്റോറേജിന് അഥവാ ആഹാരം സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആര്? ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രോട്ടീനുകളായിട്ടും അല്ലെങ്കിൽ ലിപ്പിഡുകളായിട്ടും അതല്ലെങ്കിൽ ഓയിലായിട്ടും ഒക്കെ ഭക്ഷണത്തിന് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എണ്ണയായിട്ടോ കൊഴുപ്പുകളായിട്ടോ മാംസ്യമായിട്ടോ ഒക്കെ ആഹാരത്തിനെ സ്റ്റോർ ചെയ്ത് പല ഭാഗങ്ങളിൽ വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കിഴങ്ങിൽ എന്താണ്? ധാരാളം സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ എണ്ണക്കുരു എടുക്കുകയാണ് നിങ്ങളിപ്പോൾ, കടുക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കടുക് എണ്ണ കിട്ടുന്നു അല്ലേ? അപ്പോൾ അത് എണ്ണയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലേ? എള്ളിലെ എണ്ണയായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആരാ സഹായിക്കുന്നത്? അതിനെ സംഭരിച്ച് വെക്കാൻ സഹായിക്കുന്ന
റെഡിയാണല്ലോ. അപ്പോൾ ഇത്രയും സെൽ ഓർഗനൽസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവും. ഓരോ സെൽ ഓർഗനൽസും അതിൻ്റെ ഫംഗ്ഷൻസും മക്കൾ ഓർത്ത് വെക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ ഒരു ഭാഗം പഠിക്കട്ടെ. ഇനി കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം മക്കളെ, അതിൻ്റെ ആൻസർ കൂടി അവിടെ കമൻറ്റ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഏത് സെൽ ഓർഗനെയാണ് നമ്മൾ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെങ്കിൽ കോശത്തിന്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ കോശാംഗം ഏതാണ്? അതിന്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.